ജാഗ്രതാ ശ്രീ എം പി രാജേഷ്, ഒരു കാര്യം താങ്കൾ രാവിലെ ഒന്ന് സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വീണ്ടും താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് കിട്ടുന്ന ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് തന്നെ സ്കൂൾ കുട്ടികളെയാണ് പല ആളുകളും കരിയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ പരിസരങ്ങളൊക്കെ തന്നെ അപകട മേഖലയായിട്ട് മാറുന്ന എല്ലാ സ്കൂളുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർന്ന് സംഘടിതമായി ജനങ്ങളുടെ താല്പര്യത്തോടെ അവരുടെ സഹകരണത്തോടെ നടത്താൻ വരുന്ന യത്നത്തിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ കടയറത്ത് വീഴ്ത്താൻ കഴിയൂ. കാരണം ഇത് വലിയ ഇൻ്റർനാഷണൽ മാഫിയ വരെ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുവിലുള്ളൊരു കാഴ്ചപ്പാടും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന നടപടികളും എന്തൊക്കെയാണ് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായും എസ് കെ എൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഒരു ഇൻ്റർനാഷണൽ റാക്കറ്റാണ്. ഡ്രഗ് മാഫിയ എന്നത് ആഗോളമായിട്ടുള്ള മാനങ്ങളുള്ള ഒന്നാണ്. ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്ന മയക്കുമരുന്ന് പ്രധാനമായിട്ടും കടൽ മാർഗത്തിലൂടെ തുറമുഖങ്ങളിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 5000 കോടിയുടെ 3000 കോടിയുടെ 2000 കോടിയുടെയൊക്കെയാണ് തുറമുഖങ്ങളിൽ നിന്ന് പിടിക്കുന്നത്. പ്രധാനമായിട്ടും 2 തുറമുഖങ്ങളുണ്ട്. ഒന്ന് മുന്ദ്ര ഗുജറാത്തിലെ, മറ്റൊന്ന് മുംബൈയാണ്. പിന്നെ പല തുറമുഖങ്ങളിൽ നിന്നും ഇത് പിടിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ അതിൻ്റെ വിശദമായ കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിശാഖപട്ടണം തുറമുഖത്ത് നിന്നുണ്ട്, തൂത്തുക്കുടിയിൽ നിന്നുണ്ട്, അതുപോലെ കൽക്കത്ത തുറമുഖത്ത് നിന്നുണ്ട്. പല തുറമുഖങ്ങളിൽ നിന്നും പിടിച്ചതിൻ്റെ വിശദമായ കണക്ക്, അതുപോലെ കടൽ തീരത്തുനിന്ന് പിടിച്ചതിൻ്റെ, കടലിനകത്ത് നിന്ന് പിടികൂടിയതിൻ്റെയൊക്കെ കണക്ക് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ആഗോള ശൃംഖലയുണ്ട്, ആഗോള മാനങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ ഇത് വലിയ തോത് വരുമ്പോൾ കേരളത്തിലേക്കും അത് എത്തുന്നുണ്ട്. പ്രധാനമായിട്ടും രാസലഹരി വരുന്നത് ബാംഗ്ലൂർ, ഗോവ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്, എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇത് വരുന്നത്. നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? നമ്മുടെ അതിർത്തിയിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കലാണ്. അത് കാര്യക്ഷമമാക്കുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് എക്സൈസ് കാര്യമായ പരിശോധന തീവണ്ടികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിൽ അവിടെ നിന്ന് പിടിക്കുന്നുമുണ്ട്. പിന്നെ അതിഥി തൊഴിലാളികളെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എക്സൈസിൻ്റെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും CCTV നിരീക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈവേ പെട്രോളിംഗ് ഉണ്ട്, സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട്. ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത് എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി എസ് കെ എൻ പറഞ്ഞ മറ്റൊരു കാര്യം, സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടപെടൽ നടത്തും. ഒരു വർഷം മുമ്പാണ് ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത്. 1 കോടിയോളം കുട്ടികളെ അണിനിരത്തിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തും. ഇനിയും വിപുലമായി, പ്രത്യേകിച്ച് ഈ മധ്യവേനൽ അവധിക്കാലം, ഇതിനു വേണ്ടി പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ രക്ഷിതാക്കളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിക്ക് രൂപം കൊടുക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയിലേക്കാണല്ലോ എല്ലാവരും പോയിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നാലും നമ്മൾ ഈ ക്യാമ്പയിൻ തുടരും. ഇത് ഒറ്റക്കെട്ടായിട്ട്, ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല, ഇതിൽ ജാതി മതഭേദങ്ങളില്ല. നമ്മുടെ സമൂഹം, കേരളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്, വലിയൊരു ഭീഷണിയാണ്. അതിനെ നാം ഒറ്റക്കെട്ടായിട്ട് ചെറുത്തില്ലെങ്കിൽ നാളത്തെ കേരളത്തോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യവും തിരിച്ചറിവുമുണ്ട്. അപ്പം എല്ലാവരെയും ഒരുമിപ്പിക്കാൻ, അണിനിരത്താൻ ഒരു സമാനതകളില്ലാത്ത പ്രതിരോധം, ജനകീയമായ പ്രതിരോധം സൃഷ്ടിക്കാൻ, സാമൂഹിക ജാഗ്രത സൃഷ്ടിക്കാൻ സർക്കാർ മുമ്പിലുണ്ടാവും, സർക്കാർ മുന്നിൽ നിന്ന് നയിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതിന് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല പിന്തുണ നൽകുന്നുണ്ട്. അത് തുടരണം. ബോധവൽക്കരണത്തിന്, ജനങ്ങളെ ജാഗ്രതപ്പെടുത്താൻ ഒക്കെ വലിയ പിന്തുണ മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്. താങ്ക് യു ശ്രീ എം പി രാജേഷ്, താങ്കളുടെ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം കുറച്ച് നേരം ചെലവഴിച്ചതിന്. തീർച്ചയായിട്ടും താങ്കൾ ഈ നടത്തുന്ന യത്നത്തിൽ ഞങ്ങൾ 24 അണിചേരുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഇപ്പോൾ തന്നെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്.